Porotta. ഇതിനായി മൈദ നമ്മളൊരു 1.25 കിലോളം എടുത്തിട്ടുണ്ട്. ബാലൻസ് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വലിയ കപ്പിലൊരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഒരു വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുക്കുക. അത് ശരിക്കും മൈദ വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദപ്പൊടി മുകളിൽ കുറച്ച് വിതറിയത്. ഇത് ഇങ്ങനെ അത്ര കയ്യുമൊട്ടണ ഒരു രീതിയിലായിരിക്കുക. നമ്മൾ നന്നായി ഉരുട്ടി കൊടുത്താൽ അത് കയ്യുമൊട്ടാത്ത പോലെ ആയി കിട്ടും. പിന്നെ നല്ല രീതിക്ക് തന്നെ അത് കുഴച്ചെടുക്കണം. അതൊരു 15 മിനിറ്റോളം നമ്മൾ നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ശേഷം ഒരു പാത്രത്തിൽ നല്ല രീതിയിൽ എണ്ണ തൊഴി കൊടുക്കുക. ഓയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നല്ല രീതിക്ക് പാത്രത്തിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മാവിൻ്റെ മുകളിലൂടെ നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചത് നമ്മളൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞെടുത്തത് അതിൻ്റെ മുകളിലിട്ട് വയ്ക്കുക. ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുത്ത് നോക്കാം. അപ്പോൾ അത് നല്ല ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നല്ല അമർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റ് കൂടി നല്ല രീതിക്ക് ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ല കാര്യങ്ങളിലേക്ക് ഇറക്കാം. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് നനഞ്ഞ തോര വെച്ച് മൂടി വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റിന് വയ്ക്കാം. ഇത് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഓരോ പീസുകളാക്കി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മാവിനെ നമ്മൾ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിങ്ങനെ അടിയിലേക്ക് തള്ളി കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം ബോളാക്കി എടുക്കാൻ. അപ്പോൾ നമ്മളത്ര വലിയ എക്സ്പെർട്ടൊന്നുമല്ല,
എന്നാലും ചെയ്ത് നോക്കുക. അപ്പോൾ അതാ അങ്ങനെ ഇതുപോലെ ബോളായിട്ട് കിട്ടും. അത് ഈ ബോളുകൾ ഓരോന്നായിട്ട് നമ്മളെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മാവെല്ലാം അതുപോലെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി ബോളാക്കി എടുക്കുക. ഈ ബോളാക്കി വെച്ചിരിക്കുന്ന മാവിനൊക്കെ നല്ല രീതിക്ക് എണ്ണ തേച്ച് കൊടുക്കും. കുറച്ച് ഓയിൽ, എണ്ണാണ് ഓയിൽ വരും. അപ്പോൾ ഓയിൽ തേച്ച് കൊടുത്തിട്ട് സംഭവം കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ്. ഇനി അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. അതിനുശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഇത് കൈകൊണ്ട് നല്ല രീതിക്ക് പരത്തിയെടുക്കുക. അപ്പോൾ മാവ് നമ്മൾ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കൈകൊണ്ട് തന്നെ പരത്തണം. നമ്മൾ ചപ്പാത്തി കോഡ് ഉപയോഗിച്ചിട്ട് നല്ല പരത്തണം. നമ്മൾ കൈകൊണ്ട് തന്നെ ഇതിനെ അമർത്തി കൊടുക്കുക. ഇത് കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നത് വേണ്ട, നല്ല സോഫ്റ്റ് മാവാണ്. അങ്ങനെ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നന്നായി എല്ലാ ഭാഗവും പരത്തിയെടുക്കുന്ന പോലെ നല്ല രീതിയിൽ പരത്തിയെടുക്കും. ഒരു ഹോളൊക്കെ വീഴും, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആ പൊറോട്ട മസാല ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കുക. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇല്ല, വിതറി കൊടുത്തിട്ട് നന്നായി ഉണ്ടാക്കി തൂത്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ 2 പീസാക്കിയിട്ടാണ് എടുക്കണത്. അപ്പോൾ അത് നടുമുറിച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളവിടെ വെച്ചിട്ടാണ് റോൾ ചെയ്ത് പൊറോട്ട മേക്കിങ് ചെയ്യുന്നവരുടെ എണ്ണ കിട്ടുക. ഇത് ബാലൻസ് ആയിട്ട് തെറ്റം അതിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. ലെയർ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമർത്തുമ്പോൾ അത് സെറ്റായിട്ട് വരും. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നനഞ്ഞ തവിൽ വെച്ച് കുറച്ച് നേരം അതൊന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് നമ്മളിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് പ്രസ് ചെയ്തിട്ട് അത് ഇതാക്കി എടുക്കുന്നത്, പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പോരൊന്നും ഉപയോഗിക്കണമില്ല. ഇത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം. പക്ഷെ എണ്ണ കയ്യിലാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പരത്തി കിട്ടും. ഇനി ഇതെടുത്ത് ചൂടായ കല്ലിലിട്ടിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ നല്ല പോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് പൊറോട്ടയ്ക്ക് നല്ല മയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് ചൂടായി കിട്ടുന്ന കല്ലിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിന് മുകളിൽ എണ്ണ തൂത്ത് കൊടുക്കണം. അല്ല, അത് തിരിച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ അത് അത്യാവശ്യം ഉൾഭാഗം നല്ല രീതിക്ക് വേവാവുന്നവർ വെയിറ്റ് ചെയ്യണം. ശേഷം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തും നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് കുറച്ച് നേരം എന്നിട്ട് ശേഷം മറിച്ചിട്ട് നോക്കിയിട്ട് അധികം നേരം ഇനി ഇടേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് നേരം കൂടുമ്പോൾ മറിച്ചിട്ട് 3-4 പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല വേവായി കിട്ടും. പിന്നെ നമുക്ക് കൊടുത്താൽ നല്ല വേവായി. ഇത് ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു. ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇത് എടുക്കാം. മൂന്നാലെണ്ണോ 5 ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും നല്ല രീതിക്ക് അടിച്ചു കൊടുക്കുക. തിരിച്ചിട്ടും മറിച്ചിട്ടും അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഇടയിൽ നിന്ന് കുറച്ചങ്ങനെ മാറ്റിയിട്ടിട്ട്
ഒക്കെ ഒന്ന് കമത്തി അതുപോലെ കണ്ടോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും പൊറോട്ട. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ലെയറായിട്ട് തന്നെ സംഭവം വന്നിട്ടുണ്ട്. എല്ലാ പൊറോട്ടയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വീശിയടിക്കാതെ തന്നെ നല്ല ലെയറുള്ള പൊറോട്ട മേക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വീശിയടിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ കൃത്യമായിട്ട് പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. നല്ല ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇതിൻ്റെ കാര്യമായിട്ടുള്ള റിസ്ക്കുകളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കൽ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ 1.25 കിലോ മാവ് വെച്ചിട്ട് ചെയ്തിട്ട് 18 പൊറോട്ടയാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ കണക്കെന്നൊന്നും നമുക്കറിയില്ല. 1 കിലോയിൽ 16 പൊറോട്ട എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു.